അച്ഛനും അമ്മയും UK വന്ന ശേഷം നമ്മൾ ഇടയ്ക്കിടയ്ക്കൊക്കെ ഓരോ വോക്കിന് പോകാറുണ്ട്. ഇന്ന് നമ്മൾ ബോസ്കോം ബീച്ചിലേക്കാണ്. സ്കൂട്ടർ ഉണ്ടോ കാറല്ലേ? ഈ ഇടയ്ക്ക് സിയാനയ്ക്ക് സാൻഡ്രിനും പുതിയ സ്കൂട്ടർ വാങ്ങി. അതുകൊണ്ട് ആശാൻ എവിടെ പോയാലും സ്കൂട്ടർ വേണം. അന്നേരം കുറച്ച് നടക്കാനുണ്ടെന്ന് പറഞ്ഞപ്പോൾ സ്കൂട്ടർ എടുക്കാൻ പോവാണ് അപ്പനും മോനും. ഞങ്ങൾ മുന്നോട്ട് തന്നെ നടന്നു. നമ്മൾ ട്രിപ്പിന് ഇറങ്ങിയൊക്കെയാണ്. ഇത് ഇവിടുത്തെ പള്ളിയാണ്. ഫോട്ടോ ആയിരുന്നു. നമ്മളെല്ലാവരും അങ്ങനെ ബോസ്കോം ബീച്ചിലേക്ക് നടക്കുകയാണ്. പോകുന്ന വഴി ഒരു നല്ലൊരു ഗാർഡൻ ഉണ്ടായിരുന്നു. കുറേ നല്ല ഫ്ലവേഴ്സും നല്ലൊരു വോക്കായിരുന്നു ആ ഗാർഡനിൽ കൂടെ. ഒത്തിരി ആൾക്കാർ ഈവനിങ്ങിൽ ഡോഗ് വാക്കിങ്ങിനും ഒക്കെ ആയിട്ട് അതുവഴി വരും. ആടിത്തൂങ്ങി ഒരു അപ്പനും മോനും വരുന്നുണ്ട്. അങ്ങനെ സ്കൂട്ടറൊക്കെ എടുത്ത് അപ്പനും മോനും പതുക്കെ എത്തി. ആ സമയം നമ്മൾ അവിടെ നിന്ന് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു. നല്ല കുറച്ച് ലൊക്കേഷൻസ് ഉണ്ട് ഇവിടെ ഈ ബോസ്കോം ചൈൻ ഗാർഡൻസിൽ. ഫോട്ടോസൊക്കെ എടുത്തതിന് ശേഷം നമ്മൾ ആ പാർക്കിൽ കൂടെ കുറേ നടന്നു. നല്ലൊരു ഈവനിങ് വോക്കായിരുന്നു. ഇതിലെ നടന്ന് ആണ് നമ്മൾ ബോസ്കോം ബീച്ചിലെത്തിയത്. ബീച്ചിലാണേലും എത്തിയപ്പോൾ നല്ല വെട്ടമാണ്. രാത്രി 8 മണിയൊക്കെ ആയി ഈ സമയമായപ്പോൾ. പക്ഷെ എന്നാലും നല്ല വെട്ടമാണ്. അധികം തിരക്കും ഇല്ലായിരുന്നു. ബേസിക്കലി നമ്മളെ സുജയുടെ വീട്ടിലേക്ക് ഫുഡ് കഴിക്കാൻ ക്ഷണിച്ചതാണ്. അവളുടെ വീട് ബോസ്കോമിലാണ്, ബോസ്കോം പിയറിനടുത്ത്. അന്നേരം അവളാണ് പറഞ്ഞത് ബോസ്കോം ബീച്ചിലേക്ക് ഒരു വോക്കിനൊക്കെ പോയിട്ട് വന്നിട്ട് നമുക്ക് ഫുഡ് കഴിക്കാമെന്ന് പറഞ്ഞ് അങ്ങനെ ഞങ്ങൾ ഇറങ്ങിയതാണ്. നല്ലൊരു വോക്കായിരുന്നു. ബീച്ചിലെത്തി, ബീച്ചിൽ വന്ന് കുറച്ച് ഫോട്ടോസും റീൽസും ഒക്കെ എടുത്തു. വീണതല്ല, സാഷ്ടാംഗം പ്രണമിച്ചതാ. 1 2 3 ശെടാ പാവം അവൻ വിജൃംഭിച്ചു പോയി. അങ്ങനെ ബോസ്കോം ബീച്ചില് അർമാദിക്കുകയാണ് സുഹൃത്തുക്കളെ, അർമാദിക്കുകയാണ്. ഇത് കണ്ടോ, രണ്ടുപേര് വരുന്നില്ല എന്ന് പറഞ്ഞിട്ട് ബീച്ചിൽ നിന്ന് ഇപ്പോൾ കയറുന്ന അവസ്ഥയില്ല. ഒരു കൊട്ടാരം തന്നെ പണിതുകൊണ്ടിരിക്കുകയാണ് ആശാൻ. പട്ടി മാന്തുന്ന പോലെ കുഴി മാന്തുകയാണ് എൻ്റെ കൊച്ച്. ചാല് സൃഷ്ടിക്കുകയെന്ന് തോന്നുന്നു. പണ്ടത്തെ ഏതോ കർഷകനായിരുന്നു. അങ്ങനെ ചെറുതായിട്ട് ഇരുണ്ട് തുടങ്ങിയപ്പോൾ നമ്മൾ അവിടെ നിന്ന് തിരിച്ചു പോന്നു. ഏകദേശം ഒരു 10 മണി കഴിഞ്ഞു. അപ്പോഴാണ് ചെറുതായിട്ടൊന്ന് ഇരുട്ടിയത്. അവിടുന്ന് നേരെ സുജയുടെ വീട്ടിലേക്ക് പോയി. അവിടെ ഒരു ഗ്ലാസ് കട അറിയപ്പെടുത്ത തുടങ്ങി മക്കളെ, അടി തുടങ്ങി. ആ അതെ, അച്ഛൻ സിഗ്നൽ കാണിക്കുന്ന അവിടുന്ന്. ഇതൊന്നും പോരെ മക്കളെ. സുജ സ്പെഷ്യൽ എല്ലുകറി ഇവിടെ തയ്യാറായിരിക്കുന്നു. ഇതെന്താടി, ചായയാണോ? ചായ, ഏലക്ക ചായ ചെയ്ത് ഇവിടുത്താണ് പ്രൈസ്. നഗറ്റ്സ് കൊണ്ടുപോയി, കപ്പ വേവിച്ചത്. കപ്പ വേവിച്ചത്. ഇതാണ് നമ്മുടെ ഷെഫ്. ബിരിയാണി, പ്രോൺ ബിരിയാണി. ഞാൻ നോക്കിയേ, എന്നെ മോൻ നോക്കിയേ. അച്ഛാ എങ്ങനെയുണ്ട് അച്ഛാ കറി? അച്ഛ കറിയും കപ്പ എങ്ങനെയുണ്ട്? ഏതാ സാധനം? പറഞ്ഞു ഞാൻ എടുക്കുന്നു. പറഞ്ഞു, എങ്ങനെയുണ്ട് അച്ഛാ കറി? വളരെ അപൂർവമായിരിക്കും. അതുണ്ട്. അപൂർവങ്ങളിൽ അപൂർവമായ ചിരിച്ചി. ടറസിച്ചിലെ ലോ ലെവലിലുള്ള എടി സുജ, പൂമുഖത്തേക്ക് ഒരു ബ്ലാക്ക് ടീ പ്ലീസ്.
കുറച്ച് ചായ, പാൽ ചായ. വീട്ടിലെ തറ രാജകുമാരി. എന്തുട്ട് ഇവള് അടിച്ച് ഫിറ്റായി നിലത്ത് വീണ് കിടക്കുകയാണ്. കണ്ടോ, ഞങ്ങൾ എല്ലാരും ചായ കുടിക്കുകയാണ്. കണ്ടോ, ദിവ്യ എല്ലാരും ചായ കുടിക്കുന്നു. ഇന്ദു മാത്രം കുടിക്കുന്നില്ല. അവള് കുടിച്ച് അവിടെ പിരിയും. ഇനി ഒരു കോമഡി കാണിച്ചു തരാം.